ഹായ് ഹലോ ഫ്രണ്ട്സ്, നാരായൺപേട്ട് പെട്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ നാരായൺപേട്ടിൽ സാരി എടുക്കാൻ പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ പുറമേ നോക്കി കഴിഞ്ഞാൽ ഒരു വീട് അത്രയേ ഉള്ളൂ. പക്ഷേ ഉള്ളിലേക്ക് കയറിയാലോ സാരികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ വീടിൻ്റെ താഴെയും മുകളിലുമായിട്ട് അവരിങ്ങനെ സാരീസ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇത് മാനുഫാക്ചറേഴ്സിൻ്റെയാണ്, പക്ഷേ അവർ സാരി സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ. മാനുഫാക്ചറിങ് യൂണിറ്റ് വേറെ എവിടെയാണ്. സൺഡേ അവർക്ക് വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വർക്കേഴ്സൊന്നും സൺഡേ ആയതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്തോ അതിൻ്റെ കണക്ക് നോക്കാനൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഹോളിഡേ ആണെങ്കിലും മലയാളീസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. അവർ സാരീസൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മോസ്റ്റ്ലി എറണാകുളത്താണ് അവർ അധികമായിട്ട് സാരീസ് കയറ്റി അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. നല്ല പെരുമാറ്റം എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും അതൊരു ഭയങ്കര സന്തോഷം നൽകി. അതുപോലെ എല്ലാ റൂമിലും കയറി ഇറങ്ങി സാരീസ് നമുക്ക് എടുത്ത് നോക്കാനും വെച്ച് നോക്കാനും ഒക്കെ അവർ സമ്മതിച്ചു കേട്ടോ. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ മേഡം വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചു. ചില സാരീസ് നമ്മളെടുത്തപ്പോൾ പറഞ്ഞു മേഡം അത് അത്ര നല്ല ക്വാളിറ്റി അല്ല എന്ന് പറഞ്ഞ് നല്ല ക്വാളിറ്റി സാരീസ് എടുത്തു തന്നു. പിന്നെ ഒരു ഗ്രീൻ സാരി ഞാൻ എടുത്തത് മേഡം അത് ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ആ സാരിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് എടുത്തതാണ്. ആക്ച്വലി ഞാൻ ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഒരു സാരി എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ എത്തി ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു സാരി എടുക്കാൻ നിശ്ചയിച്ചു പോയ ആ പ്രൈസിന് എനിക്ക് അവിടുന്ന് 2 സാരി എടുക്കാൻ പറ്റി കേട്ടോ. ഭയങ്കര നല്ല എന്താ പറയുക, നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് മുതൽ ഹെവി ബഡ്ജറ്റിലുള്ളത് വരെ അവിടെ ഉണ്ട്. പക്ഷേ വളരെ ചീപ്പ് റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അവരുടെ ഒരു രീതിയല്ലോ നമ്മുടെ മലയാളത്തിൻ്റെ സാരീസ് ഒരു വ്യത്യസ്തത തന്നെയാണല്ലോ. അവരുടെ മോഡൽസ് എല്ലാം ഒന്നും നമുക്കങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവർ ഒരുപാട് അവരുടേതായ രീതിയിലുള്ള ഒരുപാട് സാരീസ് എടുത്ത് കാണിച്ചു. പക്ഷേ ആ സ്റ്റൈലൊന്നും എനിക്കിഷ്ടമായില്ല. അപ്പോൾ എനിക്കിഷ്ടമായ 2 സാരീസ് ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ബാർഗെയിനിങ് ഒന്നും അവിടെ ഇല്ല. ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, കാരണം നല്ല ചീപ്പ് റേറ്റിലാണ് അവർ തരുന്നത്. അതുകൊണ്ട് ബാർഗെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ സാരീസ് 2 എടുത്തതെങ്കിലും ഇനി എടുക്കാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് അത് കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം നോക്കിയും കണ്ടും ഇങ്ങോട്ട് പോന്നു. വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പോന്നു. ഇപ്പോൾ യൂണിഫോം സാരീസ് ആണെങ്കിലും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ മേളിൽ കുറേ സാരീസ് ഉണ്ടായിരുന്നു, അവിടെ കയറി കാണാൻ പറ്റിയില്ല. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ അവിടെ പുറത്ത് കുറേ കടകൾ കയറി ഇറങ്ങി. ആദ്യത്തെ കടയിൽ നിന്ന് തന്നെ അനിയത്തി ഒരെണ്ണം എടുത്തു. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല. ലാസ്റ്റ് ആ ടീച്ചർ എന്നോട് പറഞ്ഞു ഒരുപാട് കടകളായില്ല, ഇനി ഇവിടെ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴേ തന്നെ ഈ 2 സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ പെരുമാറ്റം അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ, ഒരുപാട് ഇഷ്ടമായി. ഇനിയും ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ ഈ പരിസരത്ത് വരുന്നുണ്ട്, ഉറപ്പായിട്ടും ഇവിടെ തന്നെ പോയി സാരി എടുക്കുന്നു.